ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു പ്രേത കഥയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനോട് ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം കാണുക. അതിനോട് പ്രേതത്തിൽ വിശ്വസിക്കാത്തവരും യുക്തിവാദികളുണ്ടെങ്കിൽ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോവുക. ഇത് സംഭവം നടന്നൊരു കഥയാണ്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയ്ക്ക് കിടക്കാം. വേണു എന്ന് പറഞ്ഞൊരു ഓട്ടോറിക്ഷക്കാരനാണ്. അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ, ഒരു കുട്ടി. അപ്പോൾ ഈ ഒരു ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് വേണം അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്തൊട്ട് 6 മണി വരെ വണ്ടി ഓടിക്കുള്ളൂ. 6 മണിയാകുമ്പോൾ ഒതുക്കി വീട്ടിലേക്ക് വരും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കുട്ടിയും കൂടിയായി. ഒരു കുട്ടി കൂടിയായപ്പോൾ ചിലവ് കൂടി. അതുപോലെ തന്നെ ഈ കാലത്ത് മാത്രം ഓടിച്ചാൽ, പകൽ മാത്രം ഓടിച്ചാൽ വണ്ടിക്ക് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ വലിയ കാശൊന്നും ലാഭമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ നേരം വണ്ടി ഓടിക്കാമെന്ന് വിചാരിച്ചു. രാത്രിയിൽ ഓടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മൂപ്പര് രാത്രിയിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങി. രാത്രി വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോൾ മൂപ്പർക്ക് എങ്ങനെയെങ്കിലും അരിക്കാശൊക്കെ മുട്ടി പോകാറുണ്ട്. അന്നൊരു സ്വല്പം മഴയുള്ളൊരു ദിവസമായിരുന്നു. പകൽ ഓടിയിട്ട് വലിയ മെച്ചം ഉണ്ടായില്ല. അപ്പോൾ രാത്രി കുറച്ച് കൂടുതൽ നേരം ഓടാമെന്ന് വിചാരിച്ചു. സെക്കൻഡ് ഷോ ഒക്കെ വിട്ട്, അല്ലെങ്കിൽ ലാസ്റ്റ് ബസ്സുകളൊക്കെ പോണ സ്ഥലത്തൊക്കെ ഒരു സെൻറ്ററിലാണ് ഓട്ടോറിക്ഷ ഇടുന്നത്. അവിടെ ആരെങ്കിലുമൊക്കെ വല്ല ലോങ് ഓട്ടം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ വേണു അങ്ങനെ ഇരിക്കുകയാണ്. വേണു അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടം കിട്ടുന്നില്ല. അവിടെയൊക്കെ സെക്കൻഡ് ഷോ വിട്ട ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞു. അതുപോലെ തന്നെ ബസ്സുകളൊക്കെ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ഇനി ഇരുന്നിട്ട് കാര്യമില്ല. അന്നത്തെ ടച്ചും മുട്ടിയില്ല. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഒതുങ്ങി നിൽക്കുന്ന നേരത്തുണ്ട് ആ മഴ നനഞ്ഞും കൊണ്ടുണ്ട് ഒരു പെണ്ണ് വരുന്നത്. പെണ്ണ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ആ പെണ്ണ് ഒരു സ്ഥലം പറഞ്ഞു, ആ സ്ഥലത്തേക്ക് എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അയ്യോ അത് കുറേ വളരെ ദൂരെയാണല്ലോ. അപ്പോൾ പറഞ്ഞു, അതെ അവിടെയാണ്. പക്ഷെ അവിടെ നിന്ന് അധികം വീടുകളൊന്നും ഇല്ലല്ലോ. അതങ്ങനെ വിജനമായ സ്ഥലം. അവിടെ എനിക്ക് ഒരു ബന്ധുവീട്ടിലേക്ക് പോകാനാണ്. അവിടെ നിന്ന് കുറച്ച് നീങ്ങി പോകണം. ഞാൻ ഒരു സ്പോട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവിടെ എത്തുമ്പോൾ ഞാൻ പറയാൻ സ്ഥലം എന്ന് പറഞ്ഞു. അവിടേക്ക് നല്ല പൈസയാവുമെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, പൈസ എത്ര ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ 700 രൂപയ്ക്ക് അത് പറഞ്ഞു ഉറപ്പിച്ചു. അങ്ങനെ വണ്ടിയിൽ ആ പെണ്ണി. അപ്പോൾ മൂപ്പർക്ക് എന്താ മാനസികമായിട്ടൊരു വിഷമം. ഇത് വാടക എടുക്കണം, ബുദ്ധിമുട്ട്, വയറ്റി പോയാൽ മതി, അവിടെ നിന്നും ഈ വാടക എടുക്കേണ്ടായിരുന്നില്ല. എന്നാലും മനസ്സോടെ എന്തായാലും ഇപ്പോൾ ഒരു ലോങ് റൂട്ടല്ലേ എന്ന് വിചാരിച്ച് കൊണ്ടുപോയി. അങ്ങനെ ടൗണ് കടന്നു. അതുപോലെ തന്നെ ഗ്രാമത്തിലേക്ക് വന്നു. അങ്ങനെ വിജയമായ സ്ഥലങ്ങളിലേക്ക് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞ് ഓടി കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല, ഈ ഓട്ടോറിക്ഷയുടെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. അവിടെ പെണ്ണ് പറഞ്ഞു, ഇവിടെ ഒന്ന് വണ്ടി നിർത്തുന്നു. പിന്നെ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, എനിക്കിത്രയും മൂത്രമില്ല, ഞാൻ പോയി മൂത്രം വെച്ച് വരാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എൻ്റെ ഒരു ടോർച്ചുണ്ട്, ടോർച്ച് അടിച്ച് പൊക്കോളാൻ പറഞ്ഞു. വേണ്ട, ടോർച്ചൊന്നും വേണ്ട, ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള വഴി തന്നെയാണല്ലോ. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഈ പെണ്ണങ്ങടെ ആ പറമ്പിൽ കൂടെ നടന്നങ്ങോട്ട് പോയി. ഇവിടെ കാത്തു നിന്നു. കുറേ നേരം കാത്തു നിന്നിട്ട് മൂത്രമൊഴിക്കാൻ പോയ ആളെ കാണാനില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഏതോ കേസ് കെട്ടാണ്. ഇവിടെ പറമ്പിൽ ആരോ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരിപാടിക്ക് പോയതാണ്. ആ പരിപാടിക്ക് കഴിഞ്ഞ് വരട്ടെ, ഇപ്പോൾ എന്തായാലും ഒരു ഓട്ടം വന്നതല്ലേ എന്ന് വിചാരിച്ചു. കുറേ നേരം കഴിഞ്ഞിട്ടും ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ, ഇത്രയും നേരമൊന്നും വേണ്ടല്ലോ പരിപാടിക്ക് എന്ന് വിചാരിച്ച് ഇപ്പം പതുക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ ഒരു വലിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഈ പെണ്ണ് നിൽക്കുക. ഈ പെണ്ണിൻ്റെ രൂപമൊക്കെ മാറി വികൃതമായിട്ടുള്ളൊരു രൂപമായിട്ട് ഇങ്ങനെ നിൽക്കുക. അവളെ ചോര കണ്ണുകൾ കൊണ്ട് ഇവൻ്റെ മുഖത്ത് നോക്കി നിൽക്കുക. ഇവന് കണ്ടപ്പോൾ മനസ്സിലായി സംഗതി പഴച്ചു, ഏതോ ഒരു അപകടത്തിലാണ് നമ്മൾ വന്ന് പെട്ടിരിക്കുന്നത്. ഇനി എത്രയും പെട്ടെന്ന് നമ്മൾ ഒന്ന് രക്ഷപ്പെടുക, അതാ വേറെ വഴിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഓടി വന്നിട്ട് ഓട്ടോറിക്ഷ എടുക്കുകയല്ല, ഓട്ടോറിക്ഷ വേഗം തിരിച്ച് വണ്ടി ഓടിച്ചോടുകൂടിയിട്ട് ഈ പെണ്ണ് വീണ്ടും ഈ റോഡിലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, വണ്ടി നിർത്താനാന്ന് പറഞ്ഞത് വണ്ടിയുടെ പിന്നാലെ ഓടുക. ഇവനാച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്കുള്ള സ്പീഡ് മുഴുവൻ എടുത്തിട്ട് ഇവൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ സ്ത്രീ എത്ര സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ടും ഈ സ്ത്രീ ഇല്ലാന്ന് നോക്കുമ്പോൾ വണ്ടിയുടെ മുമ്പിലാണ് വന്ന് നിൽക്കുന്നത്. ഭീകര രൂപമായിട്ട് വണ്ടിയുടെ മുമ്പിലാണ് വന്ന് നിൽക്കുന്നത്. ഇവന് പിന്നെ വേറെ രക്ഷയില്ല. ഇപ്പം വണ്ടി നിർത്തി. ഇനിയിപ്പോൾ എന്താ വേണ്ടേ ചിന്തിച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നിർത്താണ്ട് ഇവളുടെ മേത്ത് ഇടിച്ച് കൊണ്ടുപോകാൻ നമ്മുടെ സേഫ് അല്ലേ, നമ്മുടെ പണി കഴിയും. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചുകൊണ്ട് വണ്ടി ഇവളുടെ മേലിൽ കൂടെ അങ്ങോട്ട് ഇടിച്ചിട്ട് ഇടിച്ച് കൊണ്ടുപോയപ്പോൾ അവൾ പെട്ടെന്ന് മാഞ്ഞു പോണ പോലെ പോയത്. ഇടിയൊന്നും അവളുടെ മേലിൽ കൊണ്ടില്ല. നോക്കിയപ്പോൾ പിന്നിൽ വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോൾ പിന്നിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവിടുന്ന് ഒരു കിലോമീറ്ററും കൂടി ഓടിച്ചാൽ മാത്രമാണ് ഹൈവേയിലേക്ക് എത്തുള്ളൂ. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാം എന്നുള്ള നിലയിലാണ് വണ്ടി സ്പീഡിൽ കൊണ്ടുപോയി പെട്ടെന്ന് അവൻ ഹൈവേയിലേക്ക് കടന്നു എന്ന് മാത്രമല്ല, അപ്പോഴേക്കും പിന്നെ വണ്ടികളൊക്കെ അങ്ങനെ പോണ കാരണം പിന്നെ സമാധാനമായി നിൽക്കണോട് കൂടിയിട്ടുണ്ട്. വണ്ടി ഇവിടെ തിരിച്ച് വളരെ സമാധാനമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്ന് ഇവൻ്റെ ദേഹത്ത് പിന്നിലത്തെ സീറ്റിൽ നിന്ന് ഇവൻ തിരിഞ്ഞ് നോക്കിയോടുകൂടി ഈ പെണ്ണ
ഇതോട് കൂടിയിട്ട് ഇവൻ്റെ വണ്ടി ഇവൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി, വണ്ടി പോയി പോസ്റ്റ് മേടിച്ചു, വണ്ടി മറിഞ്ഞു. പിന്നെ അവന് വേറെ ഒന്നും ഓർമ്മയില്ല. പിറ്റേ ദിവസം അവൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ് അവൻ കിടക്കുമ്പോഴാണ് അവിടെ നിന്നാണ് അവന് ഓർമ്മ വരുന്നത്. കയ്യിനും കാലിനും തലയ്ക്കും ഒക്കെ പരുക്കുണ്ട്. അങ്ങനെ അപ്പോഴാണ് ഓർമ്മ വരുമ്പോൾ എല്ലാവരും ചോദിക്കുക എന്ത് പറ്റി ചോദിക്കുമ്പോഴാണ് ഈ കഥകളൊക്കെ അവൻ പറയണത്. ഇങ്ങനെയാണ് ഉണ്ടായത്, വാടക വിളിച്ച് പോയത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയണത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല ആൾക്കാരും പല രീതിയിലും പല രൂപത്തിലും പല പ്രേതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ തന്നെ മനുഷ്യന്മാരായിട്ട് തന്നെ പ്രേതങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ പ്രേതങ്ങളാണെന്ന് പരിചയമില്ലാത്ത ആൾക്കാർ കണ്ടാൽ നമ്മൾ പ്രേതങ്ങളാണെന്ന് എങ്ങനെ തിരിച്ചറിയുക? അവർ പ്രേതങ്ങളാണ്, അവർ മനുഷ്യരൂപമായിട്ട് നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. നമ്മളെ ഉദ്ദേശിച്ചല്ല അവർ നടക്കുന്നത്, വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നടക്കണം എന്ന് മാത്രം. ഇതിപ്പോൾ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇവൾ വിളിച്ചത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശവപ്പറമ്പിൻ്റെ അവിടേക്കാണ് ഇവൾ വിളിച്ചത്. അവിടെ ശവപ്പറമ്പ് മാത്രമല്ലോ, ആ ശവപ്പറമ്പിൽ കുഴിച്ചിട്ട ഒരു പ്രേതമാണ് ഇവള്. അവളാണ് രാത്രി ഇവിടെ ടൗണിൽ വരും, ഒരു ഓട്ടോറിക്ഷക്കാരെ വിളിച്ചു കൊണ്ട് പോലും ഇങ്ങനെയുള്ള ഇതുകളൊക്കെ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ പലതും ആഗ്രഹിച്ച് ആ ആഗ്രഹങ്ങളൊന്നും നടക്കാണ്ട് അവർ ആത്മഹത്യ ചെയ്യുമ്പോൾ അവരെ ആത്മാവിനെ ദൈവം തിരിച്ചെടുക്കില്ല. ഇവർ കൂടെ ഭൂമിയിൽ കിടന്ന് നടക്കും, ഇവരെ കളികളൊക്കെ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. രാത്രി ഇറങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോളാം.